അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹിയോണിനെയാണ്. ഹിയോണിന്റെ നെഞ്ചില് ശത്രുക്കൾ അമ്പ് ചെയ്തിരുന്നല്ലോ, ആ അമ്പ് തുളച്ചാണ് അവൻ ബാലൻസ് തെറ്റി ജിയോണുമായി മലമുകളിൽ നിന്ന് വീണതും. അങ്ങനെ ആ അമ്പ് കംപ്ലീറ്റ് ആയി മാറ്റാതെ അതിന്റെ ആ കൂർത്ത അറ്റം ശരീരത്തിൽ തറച്ചിരിക്കുന്നതിലെ ഒരു ഇളക്കവും തട്ടാതെ ബാക്കി ഭാഗം അറുത്തു മാറ്റിയാണ് രക്തം പോകുന്നതൊന്ന് തടയാനായി അവിടെ തുണി വെച്ച് ജിയോ മുന്നേ ഹിയോണിനെ കെട്ടിക്കൊടുത്തിരുന്നത്. ഇപ്പോ തിരിച്ച് പാലസിലേക്ക് എത്തിയ ശേഷം അവിടുത്തെ ഡോക്ടർ ആകട്ടെ ഹിയോണിന്റെ ആ ഒരു തറച്ചിരിക്കുന്ന അമ്പൊക്കെ കംപ്ലീറ്റ് ആയി എടുത്തു മാറ്റി വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ എടുത്തു മാറ്റിയ അമ്പിന്റെ കഷ്ണം മോക്ജു പതിയെ എടുത്തു മാറ്റുന്നത് നമുക്ക് കാണാം. കാരണം മോക്ജുവിന്റെ ആളായ ജേസൺ വിട്ടത് പ്രകാരമാണല്ലോ ഹിയോണിനെ ഈ അമ്പ് ചെയ്ത് കൊല്ലാനായി നോക്കിയത്. അപ്പൊ അതിന് തെളിവൊന്നും അവശേഷിക്കാതിരിക്കാനാകാം മോക്ജു അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഹിയോണിന്റെ കൂടെ നിന്ന് ഹിയോൺ അറിയാതെ ഹിയോണിട്ട് എല്ലാവിധ പണികളും മോക്ജു ജേസണിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരോ അമ്പ് തളച്ച ഹിയോണിങ്ങനെ അമ്പിന്റെ ബാക്കി ഭാഗം ആ ആരോ ഹെഡ് ശരീരത്തിൽ തറഞ്ഞിരിക്കുന്നത് ഇളക്കാതെ ഒടിച്ചു മാറ്റി വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുത്തിരുന്നു. താൽക്കാലികമായിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്തു കൊടുത്തിരുന്നു. അതുകൊണ്ട് അധികം രക്തം ഹിയോണിന് ലോസ് ആയില്ല. അല്ലാതെ അപ്പോഴേ വേണ്ട മരുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആ ആരോ ഹെഡ് ശരീരത്തിൽ നിന്ന് ഇളക്കി മാറ്റാനായി ശ്രമിച്ചിരുന്നെങ്കിൽ കൂടുതൽ രക്തം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് അത് ഹിയോണിനെ കൊണ്ടുവന്ന് എത്തിച്ചേനെ. അതോടുകൂടി ഹിയോണിന് ജീവൻ പോലും നഷ്ടപ്പെടാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു. രക്തം വാർന്ന കാളുകൾ മരിക്കാറുണ്ടല്ലോ വേണ്ട മെഡിക്കൽ എയ്ഡ് നൽകുന്നതിന് മുന്നേ. അതേ കണക്കൊരു സിറ്റുവേഷൻ ഉണ്ടാവാതെ ആരായാലും ഹിയോണിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് ഒക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ എന്തോ ഒരു മരുന്നും അതിൽ പുരട്ടിയതായിട്ട് കാണാം എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ ഹിയോണിന് ജിയങ് തന്നെ ആക്ച്വലി വളരെ വലിയ ഹെൽപ്പാണ് ചെയ്തു തന്നത്. അവൾ അപ്പൊ ചെയ്ത ആ കാര്യങ്ങൾ കൊണ്ടാണ് താൻ ഇപ്പോഴും ജീവനോട് കൂടി ഉള്ളതെന്ന കാര്യങ്ങൾ അവൻ ഓർക്കുന്നുണ്ട്. ഇതേ ടീം നമുക്ക് ആ ഒരു സീനിൽ കാണാം. ഈ ചെറിയ വാസ്ലിന്റെ ബോട്ടിലില്ലേ, അതേ കണക്ക് എന്തോ ഒന്നാണ് അവിടെ ഹിയോണിന്റെ ദേഹത്ത് പുരട്ടാനായി ജിയങ് തന്റെ കയ്യിലുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്. വാസ്ലിനൊക്കെ പണ്ടത്തെ കാലത്ത് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, അതൊക്കെ മോഡേൺ കാലഘട്ടത്തിൽ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയതല്ലേ. എന്തായാലും അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും തന്റെ ജീവൻ രക്ഷപ്പെടുത്താനായി ജിയങ് അത്രയും വലിയൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ ഹിയോൺ അവളെ പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മോക്ജു എന്ന കാര്യം പിടികിട്ടിയില്ലെങ്കിലും പിന്നീട് ഹിയോൺ ആലോചിക്കുന്നത് ജിയങ്ങിനെ പറ്റി തന്നെയാണെന്ന് മനസ്സിലാവുമ്പോ അതിന്റെ പേരിൽ ഒരു കുശുമ്പ് ഫീൽ ആവുന്നുണ്ട്. എന്താ അവളെ പറ്റി തന്നെ ആലോചിച്ചിരിക്കുകയാണോ? അവളെ എന്താ ഇത്ര കാര്യമായിട്ട് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നല്ല മോക്ജു തിരക്കുമ്പോ, എന്താ എനിക്ക് അവളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നോടെ, നിനക്ക് എന്താ അസൂയ തോന്നുന്നുണ്ടോ എന്ന് ഹിയോൺ തിരിച്ചു ചോദിക്കുമ്പോ, അസൂയോ എനിക്കോ? അങ്ങനെ എനിക്ക് അസൂയപ്പെടാൻ മാത്രം അവൾക്കൊരു പ്രത്യേകതയില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചോന്നേ ഉള്ളൂ എന്ന് മോക്ജുവും പറയുന്നു. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും കൊട്ടാരത്തിന്റെ അവിടെ തന്നെയുള്ള ചെറിയൊരു ജയിൽ സെറ്റപ്പിലാണ് ജിയങ്ങിനെയും ഗിൽഗോനെയും കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. അവൾക്ക് സഹിക്കാൻ വയ്യ. ഇങ്ങനെ പുരാതന കാലത്തെ ജയിലിൽ വന്ന് കിടക്കാനായിട്ടാണോ എന്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത്? ഞാൻ എന്റെ ഡ്രീംസിനെ ചേസ് ചെയ്തത് എല്ലാം ഇങ്ങനെ പാഴായി പോവാനാണോ എന്ന് സങ്കടത്തിൽ അവൾ പുലമ്പുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ഗിൽഗു ആകട്ടെ, ഇങ്ങനെ അപ്സെറ്റ് ആയി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോ ജീവനോട് കൂടിയെങ്കിലും ഉണ്ടല്ലോ. ഇന്നലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ചോക്കെ, നമ്മളെ കൊല്ലാനായിട്ട് ഒരു പ്ലാൻ ഇട്ടെടുത്തുന്നാ നമ്മളിതേ ഇവിടം വരെയെങ്കിലും എത്തി നിൽക്കുന്നത്. അത് തന്നെ വലിയ കാര്യമല്ലെന്നെല്ലാം അവൾ ജിയങ്ങിനെ സമാധാനിപ്പിക്കുന്നു. ആ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ ജിയങ് ഒന്ന് പോസിറ്റീവ് ആവുന്നുണ്ട്. ശരിയല്ലേ, അറ്റ്ലീസ്റ്റ് ജീവനെങ്കിലും ഉണ്ടല്ലോ, അത് തന്നെ ബെറ്റർ ആണെന്നുള്ള രീതിക്ക് ജിയങ്ങും നെടുവീർപ്പിടുന്നു. അപ്പോഴേക്കും മോക്ജു ആട്ടെ അവളുടെ കുറച്ച് തോഴിമാര് വഴി കൊട്ടാരത്തിന്റെ അവിടെയുള്ള ജയിലിൽ തന്നെയാണ് ജിയങ്ങിനെ ഹിയോൺ ഇട്ടിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുന്നു. ഹിയോണിന് ജിയങ്ങിനോട് ഒരു താല്പര്യം ഉണ്ടെന്ന് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരുന്ന മോക്ജു ആട്ടെ അവന് അവളോട് താല്പര്യം ഉണ്ടായിട്ടും ജയിലിൽ കൊണ്ടുപോയിട്ടോന്ന് ഒന്നും മനസ്സിലാവാതെ ഭയങ്കര ആലോചനയിലാവുന്നുണ്ട്. ഈ ജയിലിൽ ഇട്ടുന്ന ആളിനോട് അങ്ങനെ താല്പര്യം കാണുമോ? താല്പര്യം ഉള്ള ഒരാളെ അങ്ങനെ ജയിലിൽ ഇടുവോ? എന്തായാലും ഹിയോൺ അവളോട് ഒരു താല്പര്യം ഉണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതിനിട്ട് നല്ലൊരു പണി കൊടുക്കണം. അതിനായിട്ട് അവൾ ആരാ എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണമെന്ന് തീരുമാനിക്കുന്ന മോക്ജു ആ ഒരു ദൗത്യം അവളുടെ തോഴിമാരെ ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ തലകുത്തി മറിഞ്ഞാലും ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്തു വന്ന ജിയങ്ങിനെ പറ്റി മോക്ജു വിചാരിക്കുന്ന കണക്ക് ഇൻഫർമേഷൻ ഒന്നും അവൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന കാര്യം അവൾ അറിയുന്നില്ലല്ലോ അല്ലെ. എന്തായാലും ഇതിന്റെ ഇടയിൽ മോഷ്ടിച്ചു മാറ്റിയ ആ ഒരു ആരോ ഹെഡ് ജേസന്റെ അടുത്തേക്ക് മോക്ജു രഹസ്യമായി തോഴി വഴി എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ രാജകൊട്ടാരത്തിലെ റോയൽ കിച്ചൺ ആണ് കാണുന്നത്. അവിടെ കുറെ പേര് ജോലി ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ മുന്നേ ഗവർണറിന്റെ അവിടുത്തെ കിച്ചൺ കണ്ടില്ലേ, അതുപോലെ ദാരിദ്ര്യം പിടിച്ച കിച്ചൺ ഒന്നും അല്ല. ഇഷ്ടം പോലെ എടുത്തിട്ട് പെരുമാറാനായിട്ട് ഇൻഗ്രീഡിയൻസും പാത്രങ്ങളും അത് പാചകം ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സ്റ്റാഫ്സും അവരെ മാനേജ് ചെയ്യാനായിട്ട് ഹെഡും അങ്ങനെ കുറെ പേരുണ്ട്. അവിടെ പ്രധാനമായിട്ട് യോം എന്നും മാങ് എന്നും പേരുള്ള 2 ഷെഫുമാരുണ്ട്. അവരാകട്ടെ റോയൽ കിച്ചണിലെ റോയൽ കുക്ക് ഈ അടുത്ത് മരണപ്പെട്ടിരുന്നു. അപ്പോൾ ആളുടെ സ്ഥാനത്തേക്ക് അടുത്ത റോയൽ കുക്ക് ആകാനായിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. ഇവിടെ അങ്ങനെ കുക്കിംഗ് മാത്രമല്ല നല്ല ഗോസിപ്പടി നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്ന ഹിയോൺ കൂടെ ഒരു പ്രേതത്തിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു പെൺപ്രേതം. അവളെ കൊട്ടാരത്തിൽ എവിടെയോ പാർപ്പിച്ചിരിക്കുകയാണ് എന്ന രീതിക്കൊക്കെ ഒരു സംസാരമൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു ചർച്ച ഇവിടെ നിന്നല്ലെങ്കിലും കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളിലും രാജാവ് മടങ്ങി വന്നപ്പോ ഒരു പെൺപ്രേതത്തിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന രീതിക്ക് നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഹിയോണിന്റെ മുത്തശ്ശിയും കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഗവർണറിന്റെ അച്ഛനെ ഹിയോൺ നാട് കടത്തിയിരുന്നല്ലോ. ആളിപ്പോ മരിച്ചു എന്ന വാർത്തയും കൂടി കേൾക്കുന്ന മുത്തശ്ശി, ഹിയോൺ എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നത്? അവന്റെ അമ്മയുടെ മരണത്തിന്
പ്രതികാരം വീട്ടാനായിട്ട് തന്നെ ആയിരിക്കും അല്ലേ അവൻ ഇപ്പോഴും അതൊന്നും വിടാറായിട്ടില്ല. ആരവനെ ഈ കാര്യം പറഞ്ഞ് ഇളക്കി വിടുന്നതെന്നെല്ലാം മുത്തശ്ശി ആകെ ടെൻഷൻ അടിക്കുമ്പോഴേക്കും മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ചില ലേഡീസ് മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോക്ചു തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ ആര് ഹിയോണിനെ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് സ്വാധീനിക്കാനാ? അവളല്ലേ ഹിയോണിന്റെ വലങ്കയായി കൂടെ ഉള്ളത്, അവക്കല്ലേ ഹിയോണിനെ ഇത്രയേറെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമെന്നല്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മോക്ചു സോങ്ങിനെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നതാണ്. ആക്ച്വലി മോക്ചു ഹിയോണുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണല്ലോ. സോങ്ങിനും ഹിയോണുമായി വളരെ അടുത്ത ബന്ധമുണ്ടെങ്കിലും സോങ്ങിനേക്കാൾ ഹിയോണിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത് മോക്ചുവിനാണ് എന്ന ഒരു കാര്യം കൊണ്ട് തന്നെ സോങ്ങും ഒരു അടക്കത്തിലോ ഒടുക്കത്തിലോ ഒക്കെയാണ് മോക്ചുവിന്റെ അടുത്ത് നിൽക്കുന്നത്, സംസാരിക്കുന്നതൊക്കെ. ഈവൻ അവൻ അത് ചെയ്യാൻ തീരെ താല്പര്യമില്ലെങ്കിൽ പോലും ഇപ്പൊ തന്നെ സോങ്ങും സോങ്ങിന്റെ അച്ഛനും അതായത് റോയൽ സെക്രട്ടറി മകനും ഇവർ രണ്ടുപേരും കൂടി പുറത്തൊക്കെ പോയി ഓരോ സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് സ്വർണവും പണവും ഒക്കെ അടിച്ചു മാറ്റാറുണ്ടെന്ന് നമ്മൾ മുന്നത്തെ എപ്പിസോഡുകൾ കണ്ടിരുന്നല്ലോ. അങ്ങനെ കിട്ടുന്നതിൽ ഒരു പങ്ക് മോക്ചുവിന് നൽകാറുണ്ട്. അവർ കൊടുത്തില്ലെങ്കിൽ അവൾ അത് കുത്തിപ്പിടിച്ച് വാങ്ങാറുണ്ട്. ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നത് ഹിയോൺ അറിയാതിരിക്കാനായി മോക്ചു അത് പറയാതിരിക്കാനായി ഇവർക്ക് അത് കൊടുക്കേണ്ടിയും വരുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ കൊടുക്കുന്ന ടീം ഇത് വളരെ കുറവേ ഉള്ളൂ. അടുത്ത തവണ കുറച്ചധികം കൂടി തന്നില്ലെങ്കിൽ എന്റെ വിധം മാറുമെന്ന് മോക്ചു സോങ്ങിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സോങ്ങിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ലാതെ ഹിയോണൊന്നും അറിയരുതെന്ന രീതിക്ക് സഹിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് മോക്ചു ഹിയോൺ കൂട്ടിക്കൊണ്ടുവന്ന ജിയെങ്ങിനെ പറ്റി സോങ്ങിനോട് ചോദിക്കുന്നത്. എനിക്ക് അവളെ പറ്റി പ്രത്യേകിച്ചൊന്നും അറിയില്ല, എന്തായാലും ഞാൻ രാജാവിന് വേണ്ടി കണ്ടുപിടിച്ച പെൺകുട്ടികളുടെ കൂട്ടത്തിലുള്ള ഒരാളെ അല്ല അവള്. പിന്നെ വേട്ടയാടാനും കണ്ടു പോയപ്പോ അവളെ കണ്ടു കൂട്ടിക്കൊണ്ട് വന്നതാണെന്നൊക്കെയാ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, കൂടുതലൊന്നും അറിയില്ല എന്നല്ല സോങ് ജിയെങ്ങിനെ പറ്റി പറയുമ്പോൾ അതെല്ലാം മോക്ചു വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിന്നിറങ്ങുന്ന സോങ് ആകട്ടെ നേരെ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് ഭയങ്കര ദേഷ്യത്തില് മോക്ചുവിനെ പറ്റി സംസാരിക്കാണ്. അവളുടെ ആളുകൾ കുറെ കൂടുന്നുണ്ട്, ഹിയോണുമായിട്ട് വലിയ അടുപ്പാന്നും പറഞ്ഞ് നമ്മളെ ഭരിക്കേണ്ട കാര്യമൊന്നും അവൾക്കില്ല, എന്തായാലും അവളെ ഒരു പാഠം പഠിപ്പിക്കണം. അതിനായിട്ട് എനിക്ക് നല്ലൊരു ഐഡിയ തോന്നുന്നുണ്ട്. ജിയങ്ങിനെ ഹിയോൺ കൂട്ടിക്കൊണ്ട് വന്നില്ലേ, ആ പെണ്ണിനോട് എന്തോ ഒരു താല്പര്യം ഹിയോണിനുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ തമ്മിൽ അടുപ്പിച്ച് ഹിയോണിന്റെ മനസ്സിൽ മോക്ചുവിനുള്ള സ്ഥാനം ജിയങ്ങിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോക്ചുവിന് പുല്ല് വിലയാവും. അങ്ങനെ അവളെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാൻ സാധിക്കുന്നെല്ലാം സോങ് മോക്ചുവിനിട്ട് ഒരു പണി പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ പെട്ടുപോയല്ലോ എന്നുള്ള സങ്കടത്തിൽ അങ്ങനെ ജയിലിൽ കിടക്കുകയാണ് ജിയങ്ങും കൂടെ ഗിൽഗു. ഈ ഒരു സമയം മാസ്ക് ധരിച്ച ഒരു അജ്ഞാതൻ അപ്രതീക്ഷിതമായി ജിയങ്ങിന്റെ അടുത്തേക്ക് എത്തുകയും നിനക്ക് രക്ഷപ്പെടണോ, എങ്കിൽ വാ ഞാൻ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ് താക്കോൽ കൂട്ടം കാണിച്ച് ലോക്ക് അങ്ങനെ അടിച്ചു കൊടുത്ത് അവരെ തുറന്നു വിടുന്നു. ഇത് സത്യമാണോ സ്വപ്നമാണോ എന്ന് പോലും ജിയങ്ങിന് മനസ്സിലാവാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും അവരങ്ങനെ ഈ മാസ്ക് ധരിച്ച ആളുടെ കൂടെ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി ഞാൻ നയിക്കാം നിങ്ങളെ, എന്റെ പുറകെ വന്നും പറഞ്ഞങ്ങനെ അയാൾ തന്നെ ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇയാൾക്ക് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശുഷ്കാന്തിയൊക്കെ കാണുമ്പോഴും പോകുന്ന വഴിയിൽ ഒരു ഗാർഡിനെ പോലും കാണാതാകുമ്പോഴും ആക്ച്വലി ജിയങ്ങിന് ഡൗട്ട് തോന്നുന്നുണ്ട് എന്തോ ഒരു പണി വരുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ എന്തെങ്കിലും അവൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കും മുന്നേ ഇവരങ്ങനെ എത്തുന്നത് ഒരു ഉത്സവ പ്രതീതിയുള്ള കുറെ ആളുകൾ കൂടി നിന്ന് ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയും ആഘോഷിക്കുകയും പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. ജിയങ്ങും ഗിൽഗുവും ആകെ ഞെട്ടിപ്പോന്നു. രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ താൻ ഞങ്ങൾ എവിടെ ഈ കൂട്ടിക്കൊണ്ടു വന്നേന്ന് ജിയങ് ചോദിച്ചു തീരുമ്പോഴേക്കും അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന മാസ്ക് ധരിച്ച അയാൾ മുഖംമൂടി മാറ്റുന്ന ടീമാണ് കാണുന്നത്. അത് ഹിയോൺ തന്നെയായിരുന്നു. ജിയങ് ആകെ ഞെട്ടി പണ്ടാറ് വണങ്ങി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവൾ പ്രതീക്ഷിച്ചതേ ഇല്ല. പക്ഷെ ആ സമയത്താണ് ഒരു വ്യത്യാസം ജിയങ് നോട്ടീസ് ചെയ്യുന്നത്. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ആളും ഈ നിൽക്കുന്ന ഹിയോണും ഇട്ടിരുന്ന മാസ്കില് ചെറിയ വ്യത്യാസമുണ്ട്. അതെ, കൂട്ടിക്കൊണ്ടുവന്ന ആള് ഹിയോണായിരുന്നില്ല, മറിച്ച് മറ്റൊരാളായിരുന്നു. അയാളാകട്ടെ ഇപ്പോ മാസ്ക് മാറ്റി ഇവരുടെ മുന്നിൽ മുഖം വെളിപ്പെടുത്തുമ്പോഴേക്കും ആ മുഖ സൗന്ദര്യം കണ്ട് ജിയങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗിൽഗു ആകെ ഫ്ലാറ്റ് ആവുന്നുണ്ട്. ആളുടെ പേര് ഗോങ് എന്നാണ്. ഗോങ് ഇതുപോലെ ഹിയോണിന്റെ നിർദ്ദേശപ്രകാരം ജിയങ്ങിനെ ഒന്ന് ഫൂളാക്കാനായുള്ള കാര്യങ്ങൾ ചെയ്തതിന് പ്രതിഫലമായി കുറച്ച് കാശ് ഒരു കിഴിയിൽ കെട്ടി ഹിയോൺ നൽകുന്നുണ്ട്. അങ്ങനെ അതും വാങ്ങി ഗോങ് അവിടെ നിന്ന് തുള്ളിച്ചാടി പോകുമ്പോൾ ഗോങ് ഈ ഒരു എന്റർടൈനിങ് ആയിട്ട് ഹിയോണിന്റെ കൂടെ ഉള്ള ഒരാളാണ്. ഹിയോണിനെ ഒരു തമാശയൊക്കെ ഒപ്പിക്കാനും ഹിയോണിനെ എന്റർടൈൻമെന്റ് ചെയ്യാനും കൂടെയുള്ള ഒരു കഥാപാത്രം കണക്കാണ് ബാക്കിയുള്ളവരുടെ കണ്ണിൽ. എന്തായാലും ബാക്കിയുള്ളവരുടെ കണ്ണിൽ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്, അത് പറയാം. അതിനു മുന്നേ ഗോങ് ആ ഒരു മാസ്ക് മാറ്റിയപ്പോ തന്നെ ഗിൽഗു ഗോങ്ങിന്റെ സൗന്ദര്യം കണ്ട് ഫ്ലാറ്റ് ആയിരുന്നല്ലോ. ഇപ്പൊ ഗോങ് പോകുമ്പോ അവൾ ആ ഒരു ഇതിലങ്ങ് മതി മറന്ന് നിൽക്കുമ്പോ ഓ മതി മതി എന്നും പറഞ്ഞ് ജിയങ്ങാണ് ഗിൽഗുവിനെ പിടിച്ചു കുലുക്കുന്നത്. എന്തായാലും മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് ഗോങ് ജസ്റ്റ് ഒരു കോമഡി കാണിച്ച് ഹിയോണിനെ എന്റർടൈൻ ചെയ്ത് നടക്കാനുള്ള ഒരാൾ മാത്രമാണെങ്കിലും ആക്ച്വലി അതല്ല. മറ്റാരും അറിയാതെ ഹിയോണിന് വേണ്ടി പല രഹസ്യ പണികളും ചെയ്തു കൊടുക്കുന്ന ഒരു ചാരനും കൂടിയാണ് നമ്മുടെ ഗോങ്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ആ ഒരു കിഴി കെട്ടി കാശ് കൊടുത്തിരുന്നല്ലോ ഈ ഒരു പണി ഇപ്പൊ ജിയങ്ങിന് ഇട്ട് കൊടുത്തേന്. ആ ഒരു കിഴിയുടെ കൂടെ ഒരു മെസ്സേജും ഹിയോൺ പാസ് ചെയ്തിരുന്നു. തന്നെ മലമുകളിൽ വെച്ച് അമ്പ് ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന ഒരു രഹസ്യ ദൗത്യവും ഗോങ്ങിനെ ഹിയോണെ ഏൽപ്പിക്കുന്നുണ്ട്. അതായത് ഹിയോണിന്റെ ചാരനും കൂടിയാണ് ഗോങ്. വളരെയേറെ വിശ്വസ്തനായ മറ്റാർക്കും അറിയാത്ത ചാരൻ. അങ്ങനെ എന്തായാലും ജിയങ്ങിനോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പണി, രക്ഷപ്പെടാന്ന് നീ ഒരു നിമിഷം വ്യാമോഹിച്ചല്ലേ, എന്തായാലും രസം ഉണ്ടായിരുന്നു നിന്റെ ചമ്മിയ മുഖം കാണാൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, ഞാൻ മര്യാദയ്ക്ക് ആ കാട്ടിലുണ്ടായിരുന്നല്ലേ, എന്റെ മുന്നിൽ ഇങ്ങോട്ട് വന്ന് ചാടിയിട്ട് എന്നെ അവിടുന്ന് പിടിച്ചോണ്ട് വന്ന് ഇങ്ങനെ ഇട്ട് കൊല്ലാക്കൊല ചെയ്തിട്ട് എന്ത് കിട്ടാനാണെന്നല്ല ഹിയോൺ ചെയ്യുന്നതിലൊന്നും ഒട്ടും താല്പര്യമില്ലാതെ ജിയങ് സംസാരിക്കുമ്പോ ഹിയോൺ അത് ഇഷ്ടപ്പെടുന്നില്ല. ആ കാട്ടി വെച്ച് നീ എന്നെ ഇട്ട് കുറെ വട്ടം കറക്കി, അത് പിന്നെ
പിന്നെ ഞാൻ രാജാവല്ല എന്ന് വിചാരിച്ചിട്ടാണെന്നും കൂടി ഞാൻ വിചാരിക്കാം. പക്ഷെ ഞാനിപ്പോ രാജാവാണെന്ന് കൺഫേം ആയിട്ടും നീ എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ നിനക്കിട്ട് നല്ലൊരു പണിയുണ്ടെന്നും പറഞ്ഞു ദേഷ്യം പിടിക്കുന്ന ഹിയോണാകട്ടെ ഇരുമ്പ് പഴുപ്പിക്കുന്നുണ്ട്. അത് പക്ഷെ ജിയങ്ങിനെ പൊള്ളിക്കാനല്ല, മറിച്ച് ജിയങ്ങിന്റെ കൂടെയുള്ള ഗിൽഗുവിനെ തൊട്ടാല് ജിയങ്ങിന് നോവും എന്ന് മനസ്സിലാക്കി ഗിൽഗുവിനെ പിടിച്ചു കെട്ടി അവളെ ഇപ്പൊ പൊള്ളിക്കുന്നുള്ള രീതിക്ക് ഭീഷണിപ്പെടുത്തുമ്പോ ഗിൽഗുവും എന്നെ രക്ഷപ്പെടുത്തുന്നു പറഞ്ഞ് ജിയങ്ങിനെ നോക്കി അപേക്ഷിക്കുകയാണ്. ആകെ പേടിയും സങ്കടവും ഒക്കെ ആവുന്ന ജിയങ് ആകട്ടെ ഗിൽഗുവിനെ രക്ഷപ്പെടുത്താൻ ഈ സോറി ഞാൻ ഇനി ഒന്നും പറയില്ല, ഞാൻ ഇനി കമാന്നൊരു അക്ഷരം മിണ്ടില്ല, ഇവിടുന്ന് പോകുന്നത് വരെ എന്റെ വായിന്ന് അങ്ങനെ തെറ്റായി ഒന്നും ഹിയോൺ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറയില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ കിടന്ന് അപേക്ഷിക്കുമ്പോ ഇവിടെ നിന്ന് പോകുന്നത് വരെ എന്നൊന്നും നീ പറയണ്ട, നീ ഇവിടെ തന്നെ കാണും, ഇവിടെ നിന്ന് നിനക്ക് എവിടെയും പോകാൻ പറ്റില്ല, എന്താ സമ്മതാണോന്നല്ല അവൻ ചോദിക്കുമ്പോ അവൾക്ക് ഇവിടെ നിന്ന് ആക്ച്വലി രക്ഷപ്പെട്ട് പോകണമെന്നുണ്ട്. പക്ഷെ അതിപ്പോ പറഞ്ഞാലും അതിന്റെ പേരിൽ ഗിൽഗുവിനെ ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ചില്ല, ഞാൻ എവിടെയും പോയില്ല എന്നൊക്കെ പറഞ്ഞു ജിയങ് സംസാരിക്കുമ്പോ ഹിയോൺ അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ഹിയോൺ അവിടെ ഇവരെ രണ്ടുപേരെ ഇട്ട് നന്നായി വട്ടം കറക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ഹിയോൺ ഭയങ്കര ഹാപ്പി ആയി ഇരിക്കുന്നു. ഈ ഒരു കാഴ്ച അങ്ങോട്ടേക്ക് എത്തുന്ന മോക്ജു കാണുന്നു. മോക്ജുവിന് ഇഷ്ടപ്പെടുന്നേ ഇല്ല. ഇതുവരെ മറ്റൊരു പെൺകുട്ടികളോടും കാണിക്കാത്ത ഒരു പ്രത്യേക അടുപ്പം ജിയങ്ങിനോട് കാണിക്കുന്നതും ജിയങ്ങിനോട് സംസാരിക്കുമ്പോ ഒക്കെ വളരെ ഹാപ്പി ആയി ഹിയോൺ ഇരിക്കുന്നതും ഒക്കെ കണ്ട് വളരെ ഇഷ്ടക്കേടോടുകൂടി മോക്ജു അവിടെ നിന്ന് പോകുന്നു. ജിയങ് ആകട്ടെ ഹിയോണിന്റെ മുന്നേ ആകെ പെട്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ ഹിയോൺ അവൾക്ക് വലിയൊരു പണി കൊടുക്കുന്നുണ്ട്. നീ ഇതുവരെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ ഇനി എനിക്ക് ഇപ്പൊ തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരണം എന്നിങ്ങനെ പറയുമ്പോ ശരി ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് എതിർത്ത് ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന ജിയങ് സമ്മതിക്കുന്നു. ഒപ്പം തന്റെ കൂടെ ഭക്ഷണം ഉണ്ടാക്കാൻ അസിസ്റ്റന്റ് ആയി ഗിൽഗുവിനെ വേണമെന്ന് ഒരു കണ്ടീഷൻ ജിയങ് വെക്കുമ്പോ പിന്നെന്താ കൂട്ടിക്കോ, പക്ഷെ എനിക്കും ചില കണ്ടീഷൻസ് ഉണ്ട്. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഇതിനു മുന്നേ ഉണ്ടാക്കി തന്ന ഭക്ഷണം എപ്പോഴേലും നീ റിപ്പീറ്റ് ആയി എനിക്ക് ഉണ്ടാക്കി തന്നാലും നിന്നെ ഞാൻ അപ്പൊ കൊല്ലുന്നതായിരിക്കും എന്ന് ഹിയോൺ പറയുമ്പോ ജിയങ്ങും ഞാൻ വെറൈറ്റി ആയി ഇഷ്ടപ്പെടുന്ന കണക്ക് തന്നെ നല്ല ഫുഡ് ഉണ്ടാക്കി തരുമെന്ന് ഹിയോണിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഹിയോൺ ആവശ്യപ്പെട്ടത് പ്രകാരം ഫുഡ് ഉണ്ടാക്കാനായി റോയൽ കിച്ചണിലേക്ക് ഇവരെ ഒരാൾ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയത്തൊക്കെ ഗിൽഗുനോട് നീ പേടിക്കണ്ട, ഞാൻ നന്നായി തന്നെ ഭക്ഷണം ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ നിനക്ക് ഒരിക്കലും ഒരു ആപത്തും വരില്ല എന്നെല്ലാം കൂടെയുള്ള ഗിൽഗുവിനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ജിയങ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവൾ അതിന്റെ കൂട്ടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഗിൽഗു ശ്രദ്ധിക്കുന്നു. എന്തിനിങ്ങനെ കരയുന്നത്, ധൈര്യം വിടാതെ എനിക്ക് നിന്റെ കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്, നീ നന്നായി തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന എനിക്ക് ഉറപ്പുണ്ടെന്നല്ല ഗിൽഗു മോട്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ റോയൽ കിച്ചണിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഈ ഒരു കിച്ചൺ ഭരിക്കുന്ന മെയിൽ കുക്സിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. രണ്ട് പെണ്ണുങ്ങൾ പറയുന്നത് കേട്ട് നമ്മൾ ഇവിടെ പാചകം ചെയ്യണമെന്നോ, അത് നടക്കില്ല, നീയായിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന മട്ടില് അവർ ഒരു ഹെൽപ്പും ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ച് അവിടെ നിന്ന് മാറുന്നു. എന്തായാലും രാജാവിന്റെ ഉത്തരവ് പ്രകാരം വന്ന ജിയങ്ങിനെ കിച്ചണിൽ കേട്ടില്ല എന്ന് പറയാൻ അവർക്ക് സാധിക്കില്ലല്ലോ. അവരെന്തായാലും ഒരു സഹായം ചെയ്യില്ല, നിനക്ക് വേണമെങ്കിൽ നീ കുക്ക് ചെയ്തോന്ന മട്ടില് അവിടെ നിന്ന് മാറുമ്പോ അവരില്ലെങ്കിൽ എന്താ നമുക്ക് കുക്ക് ചെയ്യാന്ന് പറഞ്ഞ് ജിയങ് അങ്ങനെ ധൈര്യത്തിൽ കിച്ചണിലേക്ക് കയറുന്നുണ്ട്. കിച്ചനും അവിടുത്തെ സെറ്റപ്പും ഒക്കെ കാണുമ്പോ താൻ പുരാതന കാലത്തെ രാജാവിന്റെ അടുക്കളയിലാണല്ലോ ഉള്ളത്, രാജകൊട്ടാരത്തിലെ അടുക്കള, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ, സത്യത്തിൽ ഇതൊക്കെ ഒരു സ്വപ്നം കണക്കുണ്ടെന്നൊക്കെ അവൾ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം ഒരു ഷെഫിന്റെ ഒരു ഡ്രീം ആയിരിക്കുമല്ലോ കുക്കിങ്ങിന്റെ എല്ലാ തലങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുക എന്നത്. ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് പുരാതന കാലത്തൊന്നും എത്തി ഇങ്ങനെ കുക്കിംഗ് റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റുമെന്നൊന്നും അവൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത കാര്യം പോലും അല്ല. എന്തായാലും അവിടെ എത്തി അങ്ങനെ വണ്ടടിച്ച് നിൽക്കുമ്പോൾ എന്ത് കുക്ക് ചെയ്യണമെന്നൊരു ഡൗട്ട് ജി എങ്ങനെ വരുന്നുണ്ട്. ഈ സമയം ഗിൽഗു ആട്ടെ അവിടെ രക്തത്തിന്റെ മണം അടിച്ച് അത് പരിശോധിക്കുമ്പോൾ മാനിറച്ചി കണ്ടെത്തുന്നു. മുന്നേ രാജാവ് വേട്ടയ്ക്ക് പോയില്ലേ, ആ സമയത്ത് ഒരു മാനിനെ അമ്പ ചെയ്തിരുന്നല്ലോ, ആ ഒരു മാനിന്റെ ഇറച്ചി ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും അത് കിട്ടുന്ന ജിയങ് അങ്ങനെ അത് വെച്ച് എന്തൊക്കെ കുക്ക് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് നന്നായി തന്നെ കുറെ ഡിഷ് തയ്യാറാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഫ്രാൻസിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് മീറ്റിന്റെ ഡിഷാണ്. അതാണിപ്പോ ഇവിടെ ജിയങ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവൾ വളരെ കുറഞ്ഞ സമയത്ത് അത്യാവശ്യം നല്ല ഡിഷ് തയ്യാറാക്കി അത് രാജാവിന്റെ അടുത്തേക്ക് കൊടുത്തു വിടുമ്പോൾ കൊണ്ടുപോകാനായി എത്തിയ ആ ഒരു ആള് പോലും ഇത്ര പെട്ടെന്ന് ഇത്രയധികം ഡിഷ് ഉണ്ടാക്കിയോന്നൊക്കെ അന്ത വിട്ട് നോക്കുന്നുണ്ട്. ഇതേ ടീം വന്നിരിക്കുന്ന ആ ഒരു പെൺകുട്ടി രാജാവിന് വേണ്ടി മാനിറച്ചിയുള്ള ഭക്ഷണമാണ് പാചകം ചെയ്തിരിക്കുന്നതെന്ന് മുത്തശ്ശിയോട് ഒരു തോഴി ചെന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇങ്ങനെ മാനിനെ വേട്ടയാടുന്നതോ അതിന്റെ ഇറച്ചി ഭക്ഷിക്കുന്നതോ മുത്തശ്ശിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്യാറില്ലായിരുന്നു മുത്തശ്ശി അനുസരിച്ച് നിൽക്കുന്ന കിച്ചണിലെ സ്റ്റാഫ്സ്. ഇങ്ങനെ ഒരു കാര്യം ഈ കിച്ചണിൽ ഒരു റൂളായി നിലനിൽക്കുന്നു എന്നത് ജി എങ്ങനെ അറിയില്ലല്ലോ. അവളാകട്ടെ അങ്ങനെ ചെയ്തതിന്റെ പേരിൽ മുത്തശ്ശിക്ക് ഇപ്പൊ അവളെ പറ്റി ഒരു ഇഷ്ടക്കേട് തോന്നുന്നുണ്ട്. ഇവൾ എന്തോ ഒരു ദുരുദ്ദേശത്തില് രാജാവിന്റെ കൂടെ കൂടിയതായിട്ടാ എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം എന്ന് തന്നെ മുത്തശ്ശി തീരുമാനിക്കുന്നു. കിച്ചണിലെ ഒരു സ്റ്റാഫും അപ്പോഴേക്കും കിച്ചണിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മോക്ചുന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്. എന്ത് ഡിഷാ കുക്ക് ചെയ്തതെന്ന് അറിയില്ല, പക്ഷെ എന്തോ നല്ല മണം വരുന്നുണ്ട്, ആള് വളരെ വലിയ പാചകക്കാരിയാണെന്ന് തോന്നുന്നൊക്കെ ജിയങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ അങ്ങനെ മോക്ചുനോട് പറയുമ്പോൾ അതൊക്കെ കേട്ട് ദേഷ്യം വരുന്ന മോക്ചു ആട്ടെ എന്തോ ഒന്ന് രഹസ്യമായി കയ്യിൽ എടുത്ത് വെക്കുന്നു. എന്തായാലും അത് ജിയങ്ങിനിട്ടുള്ള വല്ല പണിക്കുള്ള കാര്യമാകാം. എന്തായാലും അപ്പോഴേക്കും കുക്ക് ചെയ്ത ഡിഷ് ആട്ടെ വേറെ സ്റ്റാഫ് വഴി ഹിയോണിന്റെ അടുത്തേക്ക് ജിയങ് കൊടുത്തു വിട്ടിരുന്നെങ്കിലും അങ്ങനെ പോരാ, ജിയങ് തന്നെ നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് ഹിയോൺ ഉത്തരവിട്ടത് പ്രകാരം ജിയങ് അങ്ങനെ റെഡിയായി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പക്ഷെ അവിടെ എത്തുമ്പോൾ ഹിയോണിന്റെ ആ ഒരു വേഷവും മുഖഭാവവും ഇരിപ്പും
അടുപ്പും ഒക്കെ കാണുമ്പോൾ ഫുഡ് സെർവ് ചെയ്യാൻ തന്നെയാണോ തന്നെ വിളിപ്പിച്ചത്, വേറെ വല്ലത്തിനാണോ എന്ന് മട്ടില് അവളൊന്നും പേടിക്കുന്നുണ്ട്. ഹിയോൺ അമ്മാതിരി നോട്ടവും ആറ്റിറ്റ്യൂഡും ഒക്കെയാണ് അവിടെ കാണിക്കുന്നത്. എന്തായാലും അങ്ങനെ ഡിഷ് അവിടെ വെക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ കഴിക്കുന്നതെന്ന് ആദ്യമായി അങ്ങനത്തെ ഡിഷൊക്കെ കണ്ട് ഹിയോൺ അന്തം വിടുമ്പോഴേക്കും അത് കഴിക്കേണ്ട രീതി ജിയങ് കാണിച്ചു കൊടുക്കുന്നു. അവൾ കഴിച്ചല്ല, പക്ഷെ ഇങ്ങനെ മിക്സ് ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അത് പക്ഷെ നേരിട്ട് കഴിക്കാനുള്ള ധൈര്യം ഹിയോണിനില്ല. നിനക്ക് എന്നോട് നല്ല ദേഷ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് ഞാനിപ്പോ കഴിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു സ്റ്റാഫിനെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് കഴിപ്പിക്കുമ്പോൾ അവരത് കഴിച്ച് ആസ്വദിക്കുന്ന ആ ഒരു കാര്യം കണ്ട് കൊതിയാവുന്ന ഹിയോൺ ശരി ശരി ഇനി എനിക്കിതാ, പക്ഷെ നീ വാരി തരണമെന്ന് പറഞ്ഞ് ജിയങ്ങിനോട് വാരി കൊടുക്കാനായി ആവശ്യപ്പെടുന്നു. അവളൊന്നും അടിക്കുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ലാതെ വാരി കൊടുക്കുമ്പോൾ അമ്മ പണ്ട് കുഞ്ഞുനാളില് വാരി കൊടുത്ത അതേ ഫീല് ഹിയോണിന് വരുന്നുണ്ട്. ഒപ്പം തന്നെ ആ ഡിഷ് കഴിക്കുമ്പോൾ ഭയങ്കരമായ ആ ഒരു ടേസ്റ്റിൽ അലിഞ്ഞ ആ ഒരു ഭക്ഷണത്തിന്റെ സ്വാദിൽ അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അവന് ഭയങ്കരമായി തന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് ഹിയോൺ കഴിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ആ ഒരു ഭാഗത്തേക്ക് മോക്ജു വരുന്നുണ്ട്. പുറത്തുണ്ടായിരുന്ന സ്റ്റാഫ്സ് മോക്ജുവിനെ തടയുന്നു. ആരോടും അകത്തേക്ക് ചെല്ലരുതെന്ന് ഹിയോൺ പറഞ്ഞിട്ടുണ്ടെന്ന്, രാജാവിന്റെ ഉത്തരവ് അതാണെന്ന് പറഞ്ഞ് അവർ തടയുമ്പോഴേക്കും എന്നെ തടയാൻ നിങ്ങൾ ആരുമല്ല, പിന്നെ ഞാനാ വന്നതെന്ന് അറിഞ്ഞാല് ഹിയോൺ ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മോക്ജു ഡോറ് തുറക്കാനായി ചെല്ലുമ്പോഴേക്കും ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ ഹിയോൺ ഭയങ്കര ക്ലോസ് ആയി ജിയങ്ങിന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കണക്കാണ് മോക്ജുവിനും തോന്നുന്നത്. കാരണം അത്ര ആ ഒരു ഭക്ഷണത്തിന്റെ രുചിയിൽ ആസ്വദിച്ച് അലിഞ്ഞിരിക്കുന്ന ആ മുഖഭാവം കണ്ട് അവൾക്ക് വല്ലാത്ത കുശുമ്പ് കയറുന്നു. അവൾ പെട്ടെന്ന് ഡോറ് വലിച്ചടയ്ക്കുമ്പോഴേക്കും ആ ശബ്ദം കേട്ട് ഹിയോൺ ആരാണതെന്ന് തിരക്കുമ്പോൾ ഞാനാ മോക്ജു, ഞാൻ അങ്ങോട്ട് വരണോ അതോ തിരക്കാണോ എന്നിങ്ങനെ ഒരുമാതിരി സംസാരിക്കുമ്പോൾ ഇപ്പൊ വരണ്ട പൊക്കോളാനായി ഹിയോൺ പറയുമ്പോൾ മോക്ജുവിന് അത് ഭയങ്കര നാണക്കേടായി മാറുന്നു. കാരണം ഈ ഒരു കൊട്ടാരത്തില് അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്ത് തന്നെ മറ്റാരേക്കാളും ഹിയോണിന്റെ അടുത്ത് സ്വാധീനം തനിക്കുണ്ട്. താനാണ് ഹിയോണിന്റെ ഓൾ ഇൻ ഓൾ എന്ന രീതിക്ക് അത്രയും നേരം ഉണ്ടായിരുന്ന മോക്ജുവിനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇപ്പൊ തന്നോട് വരണ്ടെന്ന് ഹിയോൺ പറഞ്ഞ ഒരു കാര്യം ഭയങ്കര ഇൻസൾട്ടായി മാറിയിരുന്നു. ഇതൊക്കെ ജിയങ്ങിന്റെ വരവോടുകൂടി വന്ന മാറ്റങ്ങളാണ് എന്ന് അവൾ ആകെ പല്ലു കടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഹിയോണിന് തന്നെക്കാൾ വലുത് ജിയങ്ങാണ്. ആ ഒരു ഭയങ്കരമായ കലിപ്പ് ഉള്ളി വെച്ചാണ് മോക്ജു അവിടെ നിന്ന് അങ്ങനെ മടങ്ങി പോകുന്നത്. അപ്പോഴേക്കും ജിയങ് ആകട്ടെ ഭക്ഷണം വാരി കൊടുത്ത ശേഷം ശരി ഇനി ഞാൻ പോട്ടെ, എന്റെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാനായി ഒരുങ്ങുമ്പോഴേക്കും വിടാതെ അടുത്ത് പിടിച്ചിരുത്തുന്ന ഹിയോൺ ആകട്ടെ ജിയങ്ങിനോട് അവളുടെ അടുത്ത് വളരെ ക്ലോസ് ആയി വന്ന് ഏതാണ്ട് കിസ് ചെയ്യുന്ന കണക്ക് അത്രയും അടുത്ത് വന്ന് നീ ബാക്കിയുള്ള പെൺകുട്ടികളെ പോലെയല്ല, എന്തോന്ന് വളരെ സ്പെഷ്യൽ ആണ്, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നെല്ലാം ഹിയോൺ പറയുമ്പോ തെരഞ്ഞെടുത്തുന്നോ എന്നെയോ എന്തിന് എന്നിങ്ങനെ ജിയങ്ങിന് ആകെ പേടിയാവുന്നുണ്ട്. എന്തായാലും അവളുടെ അടുത്ത് അങ്ങനെ ക്ലോസ് ആയി വന്ന് അത്രയും മാത്രം പറഞ്ഞ് ഹിയോൺ അങ്ങനെ ശരി നീ പൊക്കോ എന്ന് പറയുമ്പോഴും അവളുടെ മനസ്സിൽ എന്തിനായിരിക്കും എന്നെ തെരഞ്ഞെടുത്തത്, എന്തായിരിക്കും ഉദ്ദേശിച്ചതെന്ന് ആകെ വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. എന്തായിരിക്കും ഹിയോൺ ഉദ്ദേശിച്ചത്, ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.